ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കാക്ടസ് പോട്ട് ചെയ്യുന്നതാണ്. ഈ കാക്ടസിനെയാണ് നമ്മൾ പോട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് വന്നൊരു കാക്ടസ് ആണ്, കണ്ടോ. അപ്പോൾ ഈ കാക്ടസ് എങ്ങനെയാണ് പോട്ട് ചെയ്യാന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും വളർത്താൻ പറ്റിയൊരു ഇത് തന്നെയാണ്. എല്ലാവർക്കും നന്നായി നോക്കുന്ന ഒരാൾക്ക്, അതായത് ഓവർ കെയറിങ് ഒന്നും വേണ്ട. ഇതിൻ്റെ പോട്ടിംഗ് മിക്സും അതുപോലെ തന്നെ വാട്ടറേജും കുറച്ച് നന്നായി ശ്രദ്ധിക്കുകയാണെന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു ചെടിയാണ് കാക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ, ഇതൊക്കെ ഒരു നമ്മുടെ എന്താ സ്ഥലത്തിൻ്റെ പേര്, മരുഭൂമിയിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ആവശ്യമില്ല, കൂടുതലും മണ്ണിൻ്റെ ആവശ്യമില്ല. മണലാണ് ഇത് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് വളരുന്നത്. നമുക്കതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ 2 ബോട്ടിലാണ് നമ്മുടെ കാക്ടസ് നടാൻ പോകുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ഈ പോട്ട് എന്തിനാണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. ഇതെന്തിനാണെന്ന് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. പിന്നെ ഇത് കുറച്ച് ചെറിയ പോട്ടാണ്, അതുപോലെ തന്നെ അതിലും കുറച്ച് വലിയ പോട്ടാണ്. കാണാൻ സാധിക്കും, അതിൻ്റെ ഒരു കണ്ടോ, ഇത്ര വ്യത്യാസമുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ, ഇത് നമ്മൾ അതിൽ കണ്ട കാക്ടസിൽ ചെറിയൊരു വെറൈറ്റി ചെറുത് കണ്ടോ, ഇത് ചെറുതാണ്. ഇനി കുറച്ച് വലുതായി വരുന്നേ ഉള്ളൂ. അതുവരെ നമ്മൾ ഇതിലാണ് വളർത്തുക, ഇതിലാണ് പോട്ട് ചെയ്യുക. ഇത് അത്യാവശ്യം കുറച്ച് ഗ്രോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇതിലേക്കും പോട്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് അത്യാവശ്യം സ്പേസ് നന്നായി വേരൊക്കെ ഇറങ്ങാൻ നല്ല സ്പേസ് കിട്ടും. പിന്നെ ഫ്രണ്ട്സ്, എന്തിനാണ് ഇത് എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഇതെന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ കാക്ടസ് വാങ്ങിച്ചിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് നമ്മൾ പോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ചെറിയ പ്ലാന്റ് ആണ്, അതിനനുസരിച്ചിട്ടുള്ള ഇത് പോട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ എപ്പോഴും പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റേതായ രീതിയിൽ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ചെറിയ പോട്ട് എടുക്കുക. അത് നല്ല ഗ്രോ വെച്ചതിന് ശേഷം മാത്രം പുതിയ പോട്ടിലേക്ക് ചൂസ് ചെയ്യുക. ഇതിപ്പോൾ ഇത്ര വലിയ പോട്ടൊന്നും അതിന് ആവശ്യമില്ല, കണ്ടോ. ഇത്ര വലിയ പോട്ടൊന്നും നമ്മുടെ കാക്ടസിന് യാതൊരു ആവശ്യമില്ല. ഈ പോട്ടിൽ നന്നായി ഗ്രോ വെച്ചതിന് ശേഷം ഈ പോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഈ പോട്ടിലേക്ക് മാറ്റുന്നതാവുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ പോട്ടിൽ വെച്ച് തന്നെ അതിൽ കുറേ ഇങ്ങനെ പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ടാവും. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ചെറുത് മാത്രം ചൂസ് ചെയ്യുക, വലുതെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഏത് പ്ലാന്റ് നടുമ്പോഴും അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് നടാൻ ആവശ്യമുള്ളത് ആദ്യം മണലിലാണ് ഇത് നന്നായി വളരുക, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോക്കോപീറ്റ് എന്തിനാന്ന് വെച്ചാൽ, മണ്ണ് ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ കോക്കോപീറ്റ് ചേർക്കുന്നത്. കോക്കോപീറ്റ് ഒരു ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാൻ, ചേർക്കാതിരിക്കാം. ഞാനിപ്പോൾ 2-3 ആഴ്ച കൂടുമ്പോഴേ, അല്ലെങ്കിൽ അതിൽ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ കോക്കോപീറ്റ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ചരൽക്കല്ല് എന്തിനാന്ന് വെച്ചാൽ, മണ്ണ് കട്ടിയാവാതിരിക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ മണ്ണിടുമല്ലോ, സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, മണൽ കുറേ ഇരുന്നതിന് അങ്ങനെ ഡ്രൈ ആയി പോകും. അങ്ങനെ ആകാതിരിക്കാനാണ് നമ്മൾ കല്ല് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഓർഗാനിക് വളമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോട്ട് മിക്സ് ഉണ്ടാക്കാം. ആദ്യം നമ്മളിതിലേക്ക് മണൽ കുറച്ച് അധികം, ഒരു 50% ഒക്കെ ആണെങ്കിൽ, ഒരു 100-ൽ ഒരു 50% മണലെടുക്കുക. ബാക്കി നമ്മൾ ചേർക്കുന്ന മറ്റു മിശ്രിതങ്ങൾ എടുക്കുക കേട്ടോ. കാരണം മണലാണ് ഇതിന് നന്നായി വളരാൻ ആവശ്യം, മണലാണ്. അപ്പോൾ മണലെടുക്കുക. അപ്പോൾ ഇതിലേക്ക് മണൽ ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കോക്കോപീറ്റ് കൂടെ ആഡ് ചെയ്യുക. കോക്കോപീറ്റ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു. അതൊരു ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അതല്ലാതെ ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ നമ്മളിതിലേക്ക് ചരൽക്കല്ല് ഇതിലേക്ക് ഇടുക. ഇനി നന്നായി മിക്സാക്കി എടുക്കുക കേട്ടോ ഗൈസ്. ഇനി നമ്മുടെ പോട്ടിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യാം കേട്ടോ ഗൈസ്. പോട്ടി മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചല്ലോ, ഇപ്പോൾ അത് ഇതിലേക്ക് നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ
പോട്ടും പോട്ടി മിക്സൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കാക്ടസ് നടാം. അതിന് സെൻട്രൽ പോർഷൻ ആദ്യം സെൻട്രൽ പോർഷൻ തന്നെ ഒരു കുഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വയ്ക്കുക, നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴത്തേലും ഇതിലേക്കാണ് സെൻറ്ററിൽ നടുക, സൈഡിലൊന്നും കൊണ്ട് നടാതെ സെൻറ്ററിൽ നടുക കേട്ടോ ഗൈസ്. അതിന് ശരിക്കും അതിൻ്റെ പുതിയ ബേബീസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ, അതായത് അതിന് പുതിയ ചെടി വരുമ്പോൾ ഇതിൽ വരാൻ സൗകര്യമായിരിക്കും ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ കാക്ടസ് മെല്ലത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡൊക്കെ മണ്ണൊക്കെ ഇട്ട് ഉപ്പാക്കി കൊടുക്കുക. ചില കാക്ടസിൽ നല്ല മുള്ളുണ്ടാവും, ആ ടൈമിൽ നിങ്ങൾ ഗ്ലൗസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്തിട്ട് വേണം കാക്ടസ് നടാൻ. ഇനി നമ്മളെടുത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വലിയ പോട്ടിൽ ഇതിനെ നട്ടു, പിന്നെ ഒരു കുഞ്ഞു പോട്ടിൽ നമ്മളിതാ ഈ ഒരു കാക്ടസിനെ നടുന്നത്. അപ്പോൾ അതിന് കുറച്ച് മണൽ ആക്കി വെച്ച് നമ്മുടെ പോട്ടി മിക്സിലേക്ക് ഭയങ്കര സെറ്റായി നിൽക്കുന്ന പോലെ നട്ടു കൊടുക്കുക. കുറച്ചൊന്ന് വെച്ച് കൊടുത്താൽ മതി, മണലായതുകൊണ്ട് തന്നെ അതിൽ നല്ല രീതിയിൽ ഒരു വേരൊക്കെ വന്ന് സെറ്റായിക്കോളും. പിന്നെ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, കുളം പോലെ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. നമ്മുടെ കാക്ടസിന് ഇത്രയൊന്നും വേണ്ട, നമ്മൾ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈർപ്പം ഇല്ലാന്ന് തോന്നുമ്പോൾ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മറ്റ് ചെടികൾക്ക് കൊടുക്കും പോലെ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട, പിന്നെ ചീഞ്ഞ് പോകും. കണ്ടത് നമ്മുടെ കാക്ടസ് ഇപ്പോൾ രണ്ടും അടിപൊളിയായി. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഗൈസ്, ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഇതിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ മണലായതുകൊണ്ട് തന്നെ നല്ല അവർക്ക് വളരാൻ സൗകര്യമായിരിക്കും. മണ്ണ് ചൂസ് ചെയ്തിട്ടും കാക്ടസ് വരലുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും ഇല്ലയെന്നൊന്നും പറയില്ല. പക്ഷെ സാധാരണ മണലിൽ വെക്കുമ്പോഴാണ് അടിപൊളിയായിട്ട് വരൽ. ഇനിയിപ്പോൾ ഞാനിത് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എപ്പോഴാണ് നനയ്ക്കേണ്ടി വരിക എന്ന് വെച്ചാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയാവും. കാരണം ഇതിൽ വെള്ളം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഉണങ്ങിയതിന് ശേഷം വെള്ളം നന്നായി ഡ്രൈ ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പെട്ടെന്ന് വാടിപ്പോകുന്നൊരു ചെടിയൊന്നുമല്ല അത്. കാക്ടസ് പെട്ടെന്ന് വാടിപ്പോകുകയൊന്നുമില്ല, മറ്റു ചെടികളൊക്കെ പെട്ടെന്ന് വാടിപ്പോകുകയൊന്നുമില്ല, കുറേ നിന്നോളും. പിന്നെ നമ്മൾ നോക്കുന്ന വല്ല പ്രോബ്ലം കൊണ്ടായിരിക്കും ഇത് നശിച്ചു പോകുന്നത് കേട്ടോ ഗൈസ്. നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പിന്നെ ഇതുപോലത്തെ അറിവുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾ ഇതിന് ചുറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല ഡെക്കറേഷനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ, അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ഈ ചെടിൻ്റെ അടുത്ത് കൊണ്ടൊന്ന് വെച്ച് കൊടുക്കാണ്ട് കുറച്ച് സ്പേസിൽ, ഇത്രയ്ക്ക് സ്പേസിലൊക്കെ വെച്ച് കൊടുക്കുക, ഇത്രയ്ക്ക് സ്പേസിലൊക്കെ വെച്ച് കൊടുക്കുക. ഇതിനടുത്ത് കൊണ്ടുവന്ന് വെക്കേണ്ട, കാരണം ആ ഒരു ഭാഗം ഒന്ന് ഉള്ളിലേക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പുതിയ മുള വരികയാണെങ്കിൽ അത് തടഞ്ഞു നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിലൊക്കെയാണ് പുതിയ മുള മുകളിൽ നിന്ന് തന്നെയൊക്കെയാണ് വരിക, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഗൈസ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക, പോസിറ്റീവായാലും നെഗറ്റീവായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക.